താങ്ക് യു. ഇന്നിവർക്ക് ഇവിടെ തെറ്റിപ്പോയ ഡാൻസ് സ്റ്റെപ്സിന് നിങ്ങൾ നൽകിയ കൈയടിക്ക്, ഇവർക്ക് മാത്രം അറിയാവുന്ന, ഇവരെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഈ ചുവടുകൾക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്, വലിയ വലിയ തിരിച്ചടികളെ പേടിക്കാതിരിക്കാൻ നിങ്ങൾ ഇന്ത്യ ഇവർക്ക് നൽകിയ ഈ ഫൗണ്ടേഷൻ സ്റ്റോണിന്, സദസ്സിലിരിക്കുന്ന അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ കൈയടിച്ചത് 60-ാം കാലത്തും ഇവരിനി മറക്കില്ല. ഒറ്റ വർഷം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന കമ്പ്യൂട്ടർ ഗെയിം മറന്നാലും. നിഖിലിനെ ഇതാരും പഠിപ്പിച്ചതല്ല, അറിയാവുന്ന വാക്കുകൾ വെച്ച് അവൻ തന്നെ ഉണ്ടാക്കിയൊരു പോയമാണിത്. കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനെ ഒരു കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. പ്രൊഫസറിന്റെ മകൾ ഒരു ഫെയിലിയർ ആണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു തുടങ്ങിയതിന്റെ നിരാശ. കണക്കിലെ 10 മാർക്ക് കുറഞ്ഞത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുണ്ടായാൽ മതിയായിരുന്നു എനിക്കന്ന്. സ്പോർട്സിലും ആർട്സിലും മികവില്ലാത്തതിന്റെ അർത്ഥം ഞാൻ കുറഞ്ഞവളല്ലെന്ന് ഉറപ്പ് തന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു കൈകൾ മതിയായിരുന്നു എനിക്കന്ന്. അടുത്ത ഫ്ലാറ്റിലെ കുട്ടി പാട്ട് പാടുമെങ്കിൽ എന്റെ കുട്ടിയും പാടണമെന്ന വാശി ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞിന്റെ ചൈൽഡ്ഹുഡാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ GK കുറഞ്ഞതിൽ നമുക്ക് തോന്നുന്ന നാണക്കേടിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഓർത്തിരിക്കാനുള്ള കുറെ നല്ല നിമിഷങ്ങളാണ്. ബാല്യം നന്നാവട്ടെ. അതിന് നിങ്ങളുടെ ഈ ഒരൊറ്റ കൈയടി ശബ്ദം മതി. തെറ്റിപ്പോയ നേരത്ത്, ഒറ്റപ്പെട്ട നേരത്ത് നിങ്ങളുടെ 5 വയസ്സുകാരനെയോ 5 വയസ്സുകാരിയോ നെഞ്ചോട് ചേർത്ത് നണച്ചാൽ മതി. രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ട് നഷ്ടപ്പെട്ട കുഞ്ഞും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന് അറിഞ്ഞാൽ മതി. ബാല്യം നന്നാവുമ്പോൾ കൗമാരവും നന്നാവും, യൗവനവും നന്നാവും. പിന്നെ ഇന്നിവിടെ വരുന്ന ഈ കയ്യടിയുടെ കഥ പേരക്കുട്ടികളോട് പറഞ്ഞു പറഞ്ഞ് വാർദ്ധക്യവും നന്നാവും. ഞാനീ പറയുന്നത് സ്നേഹമല്ലാതെ പകരം ഒന്നും ആവശ്യപ്പെടാത്ത ഇവരുടെ ഗുരുദക്ഷിണ നൽകിയ വിനയത്തിൽ നിന്ന്, അതുള്ളിടത്തോളം കാലം തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്, once again I realized that child is the father of the man.